ഹായ് ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന കഴിഞ്ഞ വീക്ക് ഞാൻ എടുത്തുള്ള ട്രേഡ്സും അതേപോലെ തന്നെ ഞാൻ എന്തൊക്കെ കോൺഫിഡൻസ് ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് എടുത്തുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ടെലഗ്രാം ചാനലും കൂടി ഉണ്ട്. ആ ഒരു ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. ഓക്കെ, ആ ഒരു ചാനൽ ഞാൻ എൻ്റെ ട്രേഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം പറയാനുള്ളതാണ്. ഒരിക്കലും നിങ്ങളൊരു സിഗ്നൽ ആയിട്ട് നോക്കേണ്ടതായിട്ടില്ല. ഞാൻ എൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ ബ്രേക്ക് ഓൺ ട്രേഡ്സ് ഉണ്ട്, ലോസ് ട്രേഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീക്കിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മൺഡേ എടുത്തുള്ള ഒരു ട്രേഡാണ്. മൺഡേ ന്യൂയോർക്ക് ടൈമിൽ എടുത്തുള്ള ഒരു ട്രേഡാണ്. ഒരു പൊസിഷൻ ട്രേഡ് ആയിരുന്നു ഞാൻ പുഷ് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, ഒരു ട്രേഡ് നോക്കലാണെന്നുണ്ടെങ്കിൽ 1 hourന്റെ ബേസ് ചെയ്തിട്ട് എടുത്തുള്ള ട്രേഡാണ്. ഓക്കെ, 1 hourൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ പോയ സമയത്ത് ഇവിടെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1:2 എന്നുള്ള രീതിയിൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ട്രേഡ് ആയിരുന്നു. ഈ ഒരു ഏരിയയിൽ ഞാൻ ഡയറക്റ്റ് എൻട്രി പുഷ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഈ ഒരു സ്വിംഗ് ഹൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1:2 എന്നുള്ള രീതിയിലായിരുന്നു ടാർഗറ്റും കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായത്. ആ ഒരു ട്രേഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൺഡേ ഒരു ട്രേഡാണ്, പൊസിഷൻ ട്രേഡാണ് എടുത്തിട്ടുണ്ടായത്. ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രേഡ് ചൊവ്വാഴ്ചയായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായത്. അതേപോലെ തന്നെ ചൊവ്വാഴ്ച നമ്മൾ വീണ്ടും ഒരു ട്രേഡ്, ഒരു ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡും കൂടി പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ട്രേഡ് നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലിക്വിഡിറ്റി ഒരു സെൽ സൈഡ് ലെവൽസിലേക്കുള്ള റണ്ണായിരുന്നു. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ പ്രകാരം ഈ ഒരു ലെവൽസിൽ നിന്ന് ഡൗൺ സൈഡിലേക്കായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1:2 എന്നുള്ള രീതിയിൽ ടാർഗറ്റും കാര്യങ്ങളും ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പൊസിഷണൽ ട്രേഡിൻ്റെ ഏരിയയിൽ നിന്ന് ഇവിടെ നിന്നായിരുന്നു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്നായിരുന്നു ആ ഒരു ബുക്കിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായത്. അതേപോലെ തന്നെ 5 minutes എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ എൻട്രി എടുത്തു. ഈ ഒരു ലെവൽസിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ടായി. 2 ട്രേഡും, ഈ ഒരു പൊസിഷണൽ ട്രേഡും അതേപോലെ തന്നെ ഷോർട്ട് ടേം ആയിട്ടുള്ള ട്രേഡും രണ്ടും ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ടായത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ന്യൂയോർക്കിൽ ഞാനൊരു ട്രേഡ് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബ്രേക്ക് ഓൺ ട്രേഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വന്ന സമയത്ത് വന്നു. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലുള്ള സെൽ സൈഡെല്ലാം ബൈ സൈഡെല്ലാം എടുത്തതിന് ശേഷം പ്രൈസ് ഇവിടെ നമുക്കൊരു ഡിസ്പ്ലേസ്മെന്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു സ്ട്രക്ചറൽ ബ്രേക്ക് ബേസ് ചെയ്തിട്ട് ഞാൻ വീണ്ടും റിട്രേസ്മെന്റ് ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ എൻട്രി പുഷ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിവിടെ കാണാൻ പറ്റും പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്കും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് എൻ്റെ എക്സ്പെക്ടേഷൻ വീണ്ടും കണ്ടിന്യൂഷൻ ആയിട്ട് ഡൗൺ സൈഡിലേക്ക് പോകണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളെല്ലാം ബ്രേക്ക് ചെയ്യാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ട്രേഡ്സ് പുഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻട്രീസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് വീണ്ടും ഈ ഒരു ഫെയർ വാല്യൂ ടാപ്പ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വന്ന് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഞാൻ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ബി സെറ്റ് ആക്കിയെന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് നോക്കുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്യാൻ വരുന്ന രീതിയിൽ നമ്മൾ എക്സിറ്റും കാര്യങ്ങളാണ് എടുത്തിട്ടുണ്ടായത്. ആ ഒരു ദിവസം നമ്മൾ നോക്കലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ട്രേഡ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബ്രേക്ക് ചെയ്യാൻ ട്രേഡ് ആയിരുന്നു മൺഡേ ഉണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് ബുധനാഴ്ച നോക്കുന്ന സമയത്ത് ആ ഒരു ട്രേഡ് മാത്രമേ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു SL ട്രേഡ് ആയിരുന്നു. റീസണ് വേറെ ട്രേഡ്സ് നോക്കാതെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യ നല്ല ട്രെൻഡിങ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ട്രേഡ്സോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഏരിയയിലുള്ള ഓർഡർ ബ്ലോക്ക് റിയാക്ട് ചെയ്ത് ഞാൻ ഒരു കണ്ടിന്യൂഷൻ ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്കൗണ്ട് ഏരിയയിലാണ് സെല്ല് ചെയ്യുന്നത്. ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഞാൻ ട്രേഡ് എടുത്തു. ഈ ഒരു ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഏരിയ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു 1:2 ആയിരുന്നു. പക്ഷേ ആ ഒരു ട്രേഡ് നമുക്ക് SL ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ ട്രേഡ് ഈ ഒരു ഏരിയയിൽ നിന്ന് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് അതിന് ശേഷം പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ദിവസം നമ്മൾ വേറെ ട്രേഡ്സോ കാര്യങ്ങളോ നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ട്രേഡ്സോ കാര്യങ്ങളൊന്നും ആ ഒരു ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നമുക്കിനി വ്യാഴാഴ്ചത്തെ ട്രേഡ്സ് നോക്കലാണെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച നമ്മൾ ഒരു ബൈ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഏഷ്യയുടെ ലോ എടുത്തതിന് ശേഷം ഈ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്കർ എക്സ്പെക്ട് ചെയ്ത സമയത്ത് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഈ ഒരു IFEG മാത്രമല്ല കൺഫർമേഷൻ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും നോക്കുന്ന സമയത്ത് യൂറോ DXY നോക്കാറുണ്ട്. SMT ബേസ് ചെയ്ത് എടുത്തിട്ടുള്ള ട്രേഡ്സ് ആണ്. ഓക്കെ, ഇത് വ്യാഴാഴ്ചത്തെ ചാർട്ടാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു സ്ട്രക്ചറൽ ബ്രേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് ഇവിടെ സ്ട്രക്ചറൽ ബ്രേക്കോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഇൻവേർഷൻ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. എക്സാക്റ്റ് ആയിട്ട് ഞാനൊരു ഇൻവേർഷൻ്റെ സെൻറ്റർ പോയിട്ടായിരുന്നു എൻട്രീസും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായത്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എക്സാക്റ്റ് ആയിട്ട് ഒരു സെൻട്രൽ പോയിന്റ് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുള്ളത് ഈ ഒരു ഏരിയാസിനായിരുന്നു ഞാൻ എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുള്ളത്. ഓക്കെ, ആ ഒരു ട്രേഡ്സും കാര്യങ്ങളും ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്തൊരു ട്രേഡ് എടുത്ത് നമുക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ഒരു 1 hourൽ PDRA ഉണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഏരിയയിലേക്ക് പോയിട്ട് വീണ്ടും നമുക്കൊരു MSSE ഒരു ബോഡി ക്ലോസിന് ശേഷം ഞാൻ എൻട്രീസ് ഡയറക്റ്റ് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് കാണിക്കാൻ
ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ഡയറക്റ്റ് എൻട്രി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈ ആയിരുന്നു, ടാർഗറ്റ് ചെയ്തിട്ട് 1:2 ആയിരുന്നു. ബട്ട് നമുക്ക് ആ ഒരു ട്രേഡ് നോക്കലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോപ്പ് ലോസ് ബി സെറ്റ് ചെയ്യാനും എടുത്തവരോട് 0 റിസ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് ഷോർട്ട് ചെയ്തു. പ്രൈസ് വീണ്ടും നമുക്ക് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ റണ്ണ് കിട്ടി ഡൗൺ സൈഡിലേക്ക് വന്ന സമയത്ത് എൻ്റെ എക്സ്പെക്ടേഷൻ ഈ ഒരു ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് പോകണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയസിലേക്ക് കാണേണ്ടതായിട്ടില്ല എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായത്. അവിടെ തന്നെ ബ്രേക്ക് ഈവൻ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 0 ലോസ് എന്നുള്ള രീതിയിൽ. ബട്ട് നമുക്ക് ആ ഒരു പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം പ്രൈസ് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് എന്നുള്ള രീതിയിൽ എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ബ്രേക്ക് ഓൺ ട്രേഡ് ആണെന്ന് ഞാൻ അപ്ഡേറ്റ്സും കാര്യങ്ങളിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം നമുക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ പ്രൈസ് നല്ല രീതിയിൽ ഡ്രോപ്പും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ദിവസം നമ്മൾ ഒരു വ്യാഴാഴ്ച നമ്മളൊരു പ്രോഫിറ്റബിൾ ട്രേഡും അതേപോലെ ഒരു ബ്രേക്ക് ഓൺ ട്രേഡും ആയിരുന്നു ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫ്രൈഡേ നോക്കലാണെന്നുണ്ടെങ്കിൽ ഫ്രൈഡേ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ട്രേഡും അതേപോലെ തന്നെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡും ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു MSS കിട്ടിയതിന് ശേഷം ഒരു ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എക്സാക്ട് ആയിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഐയും അതേപോലെ തന്നെ ഏഷ്യയുടെ ലോസിന്റെ താഴോട്ടായിട്ട് ടേക്ക് പ്രോഫിറ്റും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എക്സാക്ട് ആയിട്ട് എൻട്രിയും കാര്യങ്ങളും ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ടാർഗറ്റ് ജസ്റ്റ് മിസ്സായിട്ട് റിവേഴ്സലായിട്ട് നമ്മൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് പോയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ട്രേഡ് ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്ത ഡൗൺ സൈഡിലേക്ക് തന്നെ കണ്ടിന്യൂഷൻ ആയിരുന്നു. ബട്ട് ആ ഒരു SL എന്നുള്ള രീതിയിലായിരുന്നു പ്രൈസ് മൂവ്മെന്റ് ചെയ്തിട്ടുണ്ടായത്. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു ട്രേഡ് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ കാണാൻ പറ്റും പ്രൈസ് നല്ല രീതിയിൽ ഡിസ്പ്ലേസ് ചെയ്തിട്ട് ഒരു MSS ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഏഷ്യയുടെ ലോ എടുത്ത് MSS ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഡൗൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരു ഡൗൺ ക്ലോസ്ഡ് ക്യാൻഡിൽസ് കാണാൻ പറ്റും, ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റും. ആ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയാസ് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലോ ആയിരുന്നു. ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഹൈസ് ആയിരുന്നു, ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിരുന്നു ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ എൻ്റർ ചെയ്തു. അതിനുശേഷം ടാർഗറ്റ് ഈ ഒരു എക്സാക്ട് ആ ഒരു ലെവൽസ് നിന്നായിരുന്നു എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം പ്രൈസ് നല്ല രീതിയിൽ അപ്സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറി അതിനുശേഷം നല്ല രീതിയിൽ അപ്സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 4 പ്രോഫിറ്റബിൾ ട്രേഡ്സ്, 2 SL അതേപോലെ 2 ബ്രേക്ക് എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. കുഴപ്പമില്ലാത്തൊരു വീക്ക് ആയിരുന്നു. അതേപോലെ തന്നെ നല്ല പ്ലേപ്പും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ ഞാൻ എപ്പോഴും മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കാറുണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കുന്ന കാര്യം ന്യൂസാണ്. റെഡ് ഫോൾഡർ ന്യൂസസോ കാര്യങ്ങളോ നമ്മൾ ആ ഒരു ടൈമിൽ ഞാൻ നോർമലി ലണ്ടൻ അല്ലെങ്കിൽ ന്യൂയോർക്ക് എന്നുള്ള സമയത്തായിരിക്കും എൻട്രിക്ക് വേണ്ടി നോക്കാറുണ്ടാവുക. അപ്പോൾ ലണ്ടൻ സമയത്തോ ആ ഒരു ന്യൂയോർക്ക് ടൈമിലോ ന്യൂസസ് ഉണ്ടാകും നോക്കും. കൂടുതലും ന്യൂയോർക്കിലായിരിക്കും ഹൈ ഇമ്പാക്ട് ആയിട്ടുള്ള ന്യൂസസ് ഉണ്ടാകുന്നുണ്ടാവുക. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ എന്താണ് ട്രേഡ് പ്ലാൻ എന്നത് ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. 6 ദിവസത്തെ ഹാർഡ് ടൈം ഫ്രെയിം PDRS എങ്ങനെ പ്ലേ അപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, ഓപ്പണിങ്ങിന് ശേഷം ഏതൊരു ഏരിയയിലേക്കായിരിക്കും മാനിപ്പുലേഷൻ കിട്ടുക എന്നുള്ള കാര്യങ്ങളിൽ നോക്കാറുണ്ട്. ഓക്കെ, ആ ഒരു ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ സ്മോൾ ടൈം ഫ്രെയിമിൽ ട്രേഡ് എടുക്കുന്നുണ്ടാകാം. ആ ഒരു തിങ്കളാഴ്ച എടുത്തിട്ടുണ്ടായിരുന്ന പോർഷൻ ട്രേഡ് ഞാൻ പോർഷൻ ട്രേഡ് എടുക്കാറ് വളരെ കുറവാണ്. ഓക്കെ, നല്ല ഏരിയാസ് കിട്ടി കഴിഞ്ഞാൽ പോർഷൻ ട്രേഡ് ഞാൻ നോക്കാറുണ്ട്. ഓക്കെ, ഞാൻ യൂറോയിൽ മാത്രം ട്രേഡ് എടുക്കാറുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള ട്രേഡിംഗ് സെറ്റപ്പും കാര്യങ്ങളും ഞാൻ 2 രീതിയിലാണ് ട്രേഡിങ്ങിന്റെ സെറ്റപ്പും കാര്യങ്ങളും നോക്കാറുള്ളത്. ഒന്ന് ഏഷ്യ ലോ ടേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈ ടേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഹാർഡ് ടൈം ഫ്രെയിം PDR ബേസ് ചെയ്തിട്ടുള്ള റിവേഴ്സൽസും അല്ലെങ്കിൽ ഒരു ഏഷ്യയുടെ കണ്ടിന്യൂഷൻ മോഡലും ആണ് നോക്കാറുള്ളത്. ഓക്കെ, ഓരോ വീക്കും ഓരോരോ പ്ലേപ്പും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ചില സമയങ്ങളിൽ ഏഷ്യ കണ്ടിന്യൂഷൻ ചെയ്യുന്ന മോഡൽസും അല്ലെങ്കിൽ ഏഷ്യയുടെ റിവേഴ്സൽ പ്ലേപ്പും കാര്യങ്ങളിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിൽ ഒരു കോഴ്സിന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. യൂഡമിയിലാണ് ആ ഒരു കോഴ്സും കാര്യങ്ങളെല്ലാം ഉള്ളത്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസും കാര്യങ്ങളും ചെയ്ത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ചീപ്പായിട്ടൊരു $3 to $4 സംതിങ് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനും ഈ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നതാണ്. ഒരിക്കലും നിങ്ങളൊരു സിഗ്നൽസോ കാര്യങ്ങളായിട്ട് എടുക്കേണ്ടതില്ല. ജസ്റ്റ് ആ ഒരു അപ്ഡേറ്റ്സും എൻ്റെ ലെവൽസും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ന്യൂസസിന്റെ അപ്ഡേറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളിൽ ഞാൻ അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആക്റ്റീവ് ആയിട്ടുള്ളതാണ് ഞാനായിരിക്കും. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇടുന്നുണ്ടാകും. നിങ്ങൾക്ക് ട്രേഡ്സോ കാര്യങ്ങളോ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ പറ്റുന്നതാണ്. ആ ഒരു രീതിയിൽ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.